ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചേരുവകൾ വേണം. ഇത് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒരു 10 മിനിറ്റിൽ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റ് യാതൊരു കോംപ്രമൈസും ഇല്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തിടാനും നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിൽ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ചിക്കി എടുക്കാം. മുട്ട ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തോളൂ. ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ് കുഞ്ഞുകുഞ്ഞായിട്ട് നരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ കുഞ്ഞുകുഞ്ഞായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാപ്സിക്കം അല്ലെങ്കിൽ ബീൻസ്, പിന്നെ എന്താ മട്ടർ ഇല്ലേ, ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ വേവായിട്ടൊന്നും വരണ്ട, ഒരു 3/4 ഭാഗമൊക്കെ വേവായിട്ട് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പുഴുങ്ങി എടുത്തിട്ട് പിച്ചി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടും ചേർത്ത് കൊടുക്കും. പക്ഷെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഒരുപാട് എണ്ണ ചേരാതെ ഇതുപോലെ പുഴുങ്ങി എടുക്കുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി റൈസ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നി അരിയോ അല്ലെങ്കിൽ നിങ്ങൾ ചോറ് വയ്ക്കുന്ന ഏത് അരിയോ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നന്നായിട്ട് ഇതുപോലെ കുഴഞ്ഞു പോകാണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം റൈസ് എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടൊന്ന് പോയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ റൈസ് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫ്രൈഡ് റൈസിലേക്ക് ഒരുപാട് സോസ് കൂടി ചേർക്കും. ഞാനിവിടെ സോയാ സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ മിക്കവാറും കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തിടുന്ന റെസിപ്പിയാണ്. ഇതിന് പപ്പടമോ ഏതെങ്കിലും അച്ചാറോ ഒക്കെ മതി. ഡേറ്റ്സ് പിക്കിൾ ഉണ്ടല്ലോ, നമ്മുടെ ഈന്തപ്പഴം പിക്കിൾ, അതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാത്തവർ പെട്ടെന്ന് ടപ്പെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് കറികളും വേണ്ട. അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.